ഹായ് ഫ്രണ്ട്സ്, ദിസ് ഡോക്ടർ രാജേഷ് നായർ, സ്കിൻ കെയർ സ്പെഷ്യാലിറ്റി സെന്റർ, ട്രിവാൻഡ്രം. ഇന്ന് ഞങ്ങൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് കണ്ണിന്റെ ചുറ്റും ഉള്ള പിഗ്മെന്റേഷൻ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. മിക്കവാറും എല്ലാവർക്കും ചെറുതായിട്ടൊരു ചെറിയ പിഗ്മെന്റേഷൻ ഉണ്ട്. അത് പെരിയ ഓർബൈറ്റൽ പിഗ്മെന്റേഷൻ എന്ന് പറയും. കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പ് എന്തുകൊണ്ടാണ് വരുന്നത്? ഒന്ന്, ഇത് ഹെറിഡിറ്ററി. ചിലർക്ക് പാരമ്പര്യമായിട്ട് ചിലർക്കുണ്ട്. അത് ജന്മനാളെ കുറച്ച് ഒരു ഏജ് കഴിയുമ്പോൾ അത് കൂടി വരും, അതുകൊണ്ട് വരാം. സ്ട്രെസ്സാണ് മേജർ ഫാക്ടർ. സ്ട്രെസ് കൂടുതൽ വരുമ്പോൾ ഉറക്കമില്ലായ്മ, ടെൻഷൻസ് ഇതൊക്കെ കൊണ്ടുവരും. തുമ്മൽ, ശ്വാസം മുട്ടൽ, അലർജി, ഇറിറ്റേഷൻ ഇങ്ങനെയുള്ളവർക്കും കൂടെ അലർജിക്ക് വരാം. ചില അലർജിക് റിയാക്ഷൻ മൂലം ഉണ്ടാവുന്ന അലർജി കൊണ്ടും കറുപ്പ് സംഭവിക്കും. പക്ഷെ ഇത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ കണ്ണിന്റെ ചുറ്റുമുള്ള സ്കിന്ന് സോഫ്റ്റ് ആയതുകൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ്. പല ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. അതിന് കെമിക്കൽ പീലിംഗ് ഉണ്ട്, കാർബൺ പീലിംഗ് ഉണ്ട്, ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്, ക്രീംസ് ഉണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ പലതും പരീക്ഷിച്ചിട്ട് മടുത്ത് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് വരാത്ത ആൾക്കാർ ഒത്തിരി പേര്. അപ്പം നമുക്ക് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നത് ആദ്യം നമ്മൾ ക്രീമോ ടാബ്ലറ്റോ കഴിക്കും. അത് കുറഞ്ഞില്ലെങ്കിൽ അണ്ടർ ഐ പീൽസ് ഉണ്ട്, അണ്ടർ ഐ ലേസേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അടിയിലായതുകൊണ്ട്, സ്കിന്ന് സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്കിത് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ കറുപ്പ് മാറുകയും വേണം, അതേസമയം ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് കൂടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പ്രയാസമായത്. ഇപ്പോൾ പുതിയൊരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ദിസ് ഇസ് കോൾഡ് ജൂ ഐസ്. ഇത് ജൂ ഐസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു കൊറിയൻ ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് ഒരു ഫില്ലറാണ്, പെപ്റ്റൈഡ്സ് ആണ്. അപ്പോൾ പെപ്റ്റൈഡ്സ് നമുക്ക് ചെറുതായിട്ട് സ്കിന്നിൻ്റെ അടിയിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ പിഗ്മെൻറ്റേഷൻ അലിഞ്ഞു പോവുകയും സ്കിൻ റീജുവനേറ്റ് ആയി, ഹൈഡ്രേറ്റ് ആയി, പ്ലംപി ആയിട്ട് വരും. ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ജൂ ഐസ് എന്ന് പറയും. അപ്പോൾ പലർക്കും ഇതൊരു ബൂണാണ്. അണ്ടർ ഐ പിഗ്മെൻറ്റേഷൻ കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കൊരു ബൂണാണ് ഈ ഒരു ജൂ ഐസ് എന്നുള്ള. നമുക്കിത് കാണാം, ഇത് എങ്ങനെയാണ് ചെയ്യാം. വെരി സിമ്പിൾ, നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഒരു അണ്ടർ ഐ ആയതുകൊണ്ട് ചെറിയൊരു ക്രീം ഇട്ട് നമുക്കൊരു 1/2 hour 45 minutes വെയിറ്റ് ചെയ്യണം മരിപ്പിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഇത് ക്ലീൻ ചെയ്തിട്ട് വെരി ഫൈൻ നീഡിൽ വെച്ചിട്ട് നമ്മൾ ഒരു 7 to 10 ഏരിയാസ്, അതായത് അണ്ടർ ഐയിൽ ചെറിയ ഏരിയാസ് 5 millimeter ഇടവ്യാസത്തിൽ ഓരോ ഡ്രോപ്പായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ കൊടുക്കും. ഇത് കൊടുക്കുമ്പോൾ ഇത് അലിഞ്ഞ് ഇതിലോട്ട് ചേരുന്നു. എന്നിട്ട് ഈ സ്കിന്ന് ഇത് അലിഞ്ഞ് പോകും. ഇതാണ് ട്രീറ്റ്മെൻറ്റ്. ഇത് ഇമ്മീഡിയറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഇത് നമ്മുടെ ആ പിഗ്മെൻറ്റേഷനെ അലിച്ച് കളയുകയാണ്. അപ്പോൾ ഇത് ടൈം എടുക്കും. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഒരു 1 month കഴിയുമ്പോഴാണ് വിസിബിൾ ആവുന്നത്. യൂഷ്വലി ഒരു ഒറ്റ ഇഞ്ചക്ഷനിൽ തന്നെ നല്ല ചേഞ്ചസ് വരും. പക്ഷേ ഇപ്പോൾ പിഗ്മെൻറ്റേഷൻ കൂടുതലാണെങ്കിൽ once in a month വെച്ച് 2 or 3 sessions ആണ് പറയുന്നത്. പക്ഷേ ഒരു 1 or 2 sessions തന്നെ പേഷ്യൻസിന് നല്ല ചേഞ്ചസ്. എത്ര നാൾ ഇത് നിൽക്കും, ഇത് പെർമനൻ്റ് ആണോ എന്നാണ് അടുത്ത ചോദ്യം. ഒരു പരിധി വരെ പെർമനൻ്റ് ആണ്, അൺലെസ് നമുക്കിപ്പോൾ ഒരു അലർജി ആളാണ്, വീണ്ടും അലർജി വന്നു, കൂടുതൽ പിഗ്മെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം, കുറച്ചൊരു അണ്ടർ ഐ ജെല്ല് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതൊരു ലാസ്റ്റിംഗ് സൊല്യൂഷനാണ്. ഇത് ബുദ്ധിമുട്ടുന്നവരെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്.